ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1000 സ്തോത്രം കിടക്കട്ടെ നിങ്ങളുടെ വീടിൻ്റെ മേളിൽ, നിങ്ങളിരിക്കുന്ന സ്ഥലത്തിൻ്റെ മേളിൽ, അന്തരീക്ഷത്തിൽ കിടക്കട്ടെ. ഒരു 10,000 കോടി സ്തോത്രം. ചിലർ സ്തോത്രം എല്ലാം ഒന്നിച്ച് ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത്. കോടി സ്തോത്രം അല്ല, റീറ്റെയിലായിട്ട്. ദൈവം അനുഗ്രഹിച്ചതെല്ലാം 1000 അനുഗ്രഹം എന്നല്ല പറഞ്ഞത്, ഓരോന്നും എണ്ണി പറഞ്ഞെങ്കിൽ നാം എണ്ണി തന്നെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്കും വരാം, കത്തോലിക്കർക്ക് വരാം, കത്തോലിക്കരല്ലാത്തവർക്ക് വരാം, ബെന്തിക്കോസുകാർക്ക് വരാം, മാർത്തോമാക്കാർക്ക് വരാം, ഓർത്തഡോക്സുകാർക്ക് വരാം, ആർക്ക് വേണമെങ്കിലും വരാം, ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് വരാം. നമ്മൾ ഒന്നിച്ച് യേശുവിൻ്റെ വചനം പഠിക്കുകയും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ജീവിക്കുവാൻ പഠിക്കുകയും ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു ഫലിതം ഓർമ്മ വരികയാണ്. ഒരു രാജ്യത്ത് അവർക്കൊരു ചടങ്ങുണ്ട്. ഒരു കുഞ്ഞിന് 3 വയസ്സായി കഴിയുമ്പോൾ കുഞ്ഞിനെ ഒരു മുറിയിലോട്ട് കയറ്റിവിടും. അവിടെ ഒരു കുപ്പി കള്ള് വെച്ചേക്കും, ഒരു ബൈബിൾ വെച്ചേക്കും, പണത്തിൻ്റെ ഒരു കെട്ട് നോട്ട് വെച്ചേക്കും. അപ്പോൾ ഒരു കൊച്ചൻ്റെ 3 വയസ്സ് പ്രായമായി കഴിഞ്ഞപ്പോൾ അവനെ ആ മുറിയിലോട്ട് കയറ്റിവിട്ടു. എന്നിട്ട് ജനലിൽ കൂടെ ഇങ്ങനെ അവിടുത്തെ പള്ളിയിലെ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ പാസ്റ്റർ ആര് വേണമെങ്കിലും പറഞ്ഞുകൊണ്ടാ, നോക്കിക്കൊണ്ടിരിക്കുക. അപ്പനും അമ്മയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അവൻ പണം എടുത്താൽ പറയും ബിസിനസ്സുകാരനായിത്തീരും, കള്ളെടുത്തു കഴിഞ്ഞാൽ പറയും കള്ളുകൂടിയനായിത്തീരും, ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ പറയും ഇയാൾ പള്ളിയിലെ പട്ടക്കാരനായിത്തീരും. അപ്പോൾ ഈ കൊച്ചൻ അങ്ങോട്ട് പോയി, പണം കണ്ടപ്പോൾ എടുത്ത് പക്ഷത്തിൽ വെച്ചു, കള്ളുകുപ്പിയും കയ്യിലെടുത്തു, വേദപുസ്തകവും കയ്യിലെടുത്തു. അച്ഛൻ പറഞ്ഞു, അയ്യോ ഇവനൊരു രാഷ്ട്രീയക്കാരനായിത്തീരുമല്ലോ. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ അല്ലെങ്കിലും അതിനകത്ത് ഏതാണ്ടൊരു ചെറിയ സത്യമുണ്ട്. പിണങ്ങരുത് കേട്ടോ, സത്യം നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് ഒരാൾ പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ഇതാ ഇന്നത്തെ എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊട്ടേഷൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞതാരാണ്? എറിക് ലിഡിൽ, LIDDELL, ലിഡിൽ പറഞ്ഞു, circumstances may appear to wreck our lives and God's plans, but God is not helpless among the ruins. God's love is still working. He comes in and takes the calamity and uses it victoriously, working out his wonderful plan of love. മലയാളത്തിൽ പറയാം, ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു ലവ് എന്ന്. ലവ് പലരും, മലയാളികൾ അധികം പേരും പറയുമ്പോൾ ലവ് എന്നാണ് പറയുന്നത്. LOU അല്ല, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്. LOVE, ലവ് എന്ന് തന്നെ പറയണം. മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം. പരിതസ്ഥിതികൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവിക പദ്ധതിയും തകരുമെന്ന് തോന്നിയേക്കാം. എന്നാൽ ഈ തകർന്ന കൽക്കൂമ്പാരത്തിൻ്റെ മുൻപാകെ ദൈവം നിസ്സഹായനായി നിൽക്കുകയല്ല, ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തിക്കുകയാണ്. കർത്താവ് വന്ന് ആ ദുരന്തത്തെ കയ്യിലെടുത്ത് വിജയനാദത്തോടെ പ്രവർത്തിച്ച് അവൻ്റെ മഹത്വപൂർണമായ സ്നേഹത്തിൻ്റെ പദ്ധതിയായി പുറത്തു കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. സന്ദേശം ഇവിടെ തുടങ്ങട്ടെ. നാം ദൈവത്തിൽ നിന്നും വലിയൊരു ദർശനം പ്രാപിക്കണം. ചെറിയ ദർശനമല്ല. ദൈവത്തിൻ്റെ ദർശനം എപ്പോഴും വലുതായിരിക്കും. ഒരാളെൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസയാലും ഞങ്ങൾ ചെറിയ ദർശനമുണ്ട്. ഇനിയും പറയുന്നത് കേട്ടാ, ശരിയാണ്. പക്ഷേ എൻ്റെ ചെറിയ ദർശനവും വലിയ ഒരു ചെറിയ ദർശനമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ചെറിയ ദർശനമല്ല, വലിയ ദർശനം പ്രാപിക്കുക. പക്ഷെ പരിജ്ഞാനത്തോടെ വേണം നമ്മളിത് പ്രവൃത്തിയിലാക്കാൻ. വലുതായി ചിന്തിക്കുക, തിങ്ക് ബിഗ്. ഓർക്കുക, ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം, യൂണിവേഴ്സ് മുഴുവൻ വളരെ വലുതാണ്. നിങ്ങൾക്കറിയാം എത്ര സൂര്യനുണ്ട് ലോകത്തിൽ? ഒന്നല്ല, 1000 അല്ല, ഒത്തിരി ഉണ്ട്. ഒരു ചോദ്യം വരും, ഇനിയും ഭൂമിയുണ്ടോ? ഭൂമിയിൽ അത് നമുക്കറിഞ്ഞൂടാ. നമുക്ക് ഈ ഭൂമിയിൽ നമുക്കുള്ള കാര്യം ഈ വേദപുസ്തകത്തിനകത്തുള്ളൂ. വേറെ ഉണ്ടെങ്കിൽ ദൈവം നോക്കിക്കോളൂ. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാം, വറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വലുതായിട്ട് ചിന്തിക്കണം. ദൈവം സൃഷ്ടിച്ച യൂണിവേഴ്സ് വളരെ വലുതാണ്. അവൻ നിനക്ക് എനിക്ക് വളരെ വലിയ ഒരു ചിന്ത തരാം. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മിൽക്കി വേവ് എന്ന് പറഞ്ഞാൽ ആകാശഗംഗ എന്നാണെന്ന് തോന്നുന്നു, അല്ലേ? അവിടെ ഒത്തിരി നക്ഷത്രങ്ങളുണ്ട്, കോടിക്കോടി നക്ഷത്രങ്ങളുണ്ട്. അവിടെ പറയുന്നത് ആ നക്ഷത്ര സമൂഹത്തിൽ 100 മുതൽ 400 മില്യൺ വരെ ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ 40 കോടിയിലധികം നക്ഷത്രങ്ങൾ അവിടെ തന്നെയുണ്ട്. ഇതാ കേട്ടാട്ടെ, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യം പറഞ്ഞതാണ്. സങ്കീർത്തനം 147:4, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു. ഈ കാണുന്ന മിൽക്കി വേവിൽ മാത്രമുള്ള ഒരു മിൽക്കി വേവ് ഇതുപോലെ ആയിരക്കണക്കിനുണ്ട്. അതിനകത്ത് ഓരോ നക്ഷത്രത്തിനും പേരിട്ടുണ്ട്. നിങ്ങളുടെ പശുവിന് പേര് കാണും, മക്കൾക്ക് പേര് കാണും, പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥികൾക്ക്, ടീച്ചേഴ്സിന് പേരറിയാം. അതുപോലെ എൻ്റെ ദൈവം ഇതിന് ഓരോന്നിനും പേരിട്ട് വിളിക്കുന്നു. അവൻ പ്രപഞ്ചത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ചതാണ്. ദൈവത്തിന് അനാദികാലം മുതൽ
അനാദികാലം, ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി അവൻ സകല കാലവും അറിയുന്നുണ്ട്. ഇതാ യെശയ്യാവിൻ്റെ പുസ്തകം 46:10. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കും. ദൈവം അനാദികാലം മുതൽ അനാദി വരെ, എറ്റേണിറ്റി മുതൽ എറ്റേണിറ്റി വരെ. നമ്മൾ നോക്കുവാണെങ്കിൽ എന്തോ കാണും, ഈ 1 മണിക്കൂറിനകത്ത് പോയി നടക്കുന്നത് പറയാനൊക്കത്തില്ല. അടുത്ത 5 മിനിറ്റിനകത്ത് ഒരു ഭൂമി കുലുക്കം വന്നു പോയാൽ എന്ത് സംഭവിക്കും അല്ലേ? പക്ഷെ ദൈവത്തിന് ഇത് മുഴുവൻ അറിയാം. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ഇവിടെ ഇരിക്കുന്ന ഉൽപ്പത്തി 1:27. ദൈവമാണ് സൃഷ്ടിതാവ്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കിയാൽ മനുഷ്യനും ഒരളവിൽ സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട്. ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? പറഞ്ഞ്. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലതും സൃഷ്ടിച്ചെങ്കിൽ എബ്രായർ 11:3. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചതിൽ നിന്നും മറ്റു പലതും സൃഷ്ടിക്കാം. ദൈവമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത്. നാം ദൈവം സൃഷ്ടിച്ചതിൽ നിന്നും നമുക്ക് പലതും സൃഷ്ടിക്കുവാൻ കഴിയും. ദൈവം തൻ്റെ ചിന്തയും ശബ്ദവും ഉപയോഗിച്ചു. നാമും നമ്മുടെ ചിന്തയും നമ്മുടെ കഴിവുകളും നമ്മുടെ ശബ്ദവും ഉപയോഗിച്ച് പറഞ്ഞ് സൃഷ്ടിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് എതിരാളിയില്ലായിരുന്നു. ദൈവം ആദാമിനെ ഭൂമിയിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെയും ആദാമിനും എതിരാളിയില്ലായിരുന്നു. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ആളുകൾ പറയും ആരാധിക്കാൻ. അല്ലല്ല, ഭൂമിയിൽ സൃഷ്ടിച്ച് ആരാധിക്കാനല്ല. പിന്നെ എന്തായിരുന്നു അതിൻ്റെ പർപ്പസ്? അവിടെ ആരാധന നടക്കുക. ചിലർ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരിടത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ ചോദിച്ചു, ദൈവം എന്താ പൊങ്ങച്ചക്കാർ, ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടുത്തെ അന്തരീക്ഷത്തെ കാണിക്കുകയാണ് അത് കേട്ടോ. അല്ലാതെ അവിടുത്തെ മൊത്തം അന്തരീക്ഷം ദൈവത്തിൻ്റെ സ്തുതിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്? ഭരിക്കാൻ, ആരാധിക്കാനല്ല. പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ആരാധനയൊക്കെ ആവശ്യമായിട്ട് വന്നത് ലോകത്തെ ഭരിക്കാൻ. ഹല്ലേലൂയ. മനുഷ്യൻ നിരൂപിക്കുന്നത് അവന് ചെയ്യുവാൻ കഴിയും. വാക്യം വേണോ? ഉൽപ്പത്തി പുസ്തകം 11:6 ബാബേൽ ഗോപുരം പണിയാണ് ജനം ദൈവത്തോട് മത്സരിച്ച്. അപ്പോൾ പറയുന്നു, യഹോവ ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയൊന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമാകത്തില്ല. ദൈവം ഒരു വിധത്തിൽ ബലഹീനനാകുന്നു തോന്നത്തക്കവണ്ണം ദൈവം ചെയ്തൊരു കാര്യമാണ്. ഇംഗ്ലീഷിനകത്ത് നൗ നത്തിങ് ഷാൽ ബി റിസ്ട്രെയിൻഡ് ഫ്രം ദം വിച്ച് ദേ ഹാവ് ഇമാജിൻ ടു. അവർ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. മനുഷ്യൻ്റെ കഴിവ്. ഞാനും നീയും എന്തെങ്കിലും നിരൂപിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്താൽ, ഒറ്റയ്ക്ക് കൂട്ടമായിട്ട് വർക്ക് ചെയ്താൽ, പ്രവർത്തിച്ചാൽ അത് സാധ്യമായി തീരും. ഞങ്ങൾ ഒരിക്കൽ കേട്ടു, 1979 കേട്ടു, നിങ്ങൾ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ട് ലക്ഷ്യമുണ്ടാക്കിയിട്ട് പറഞ്ഞുകൊണ്ട് അത് ചെയ്തു തുടങ്ങാമെങ്കിൽ സംഭവിക്കും. ഞാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് ദരിദ്രരാണ്. ദരിദ്രം എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിലാണ്. ഒരു കൊച്ചു മേശയുള്ളൂ, ഒരു തടി കൊണ്ടുള്ള ഒരു കസേരയുള്ളൂ. അത് പ്രസംഗിക്കാൻ വന്ന ആളിന് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ 10-36 സുവിശേഷ വേലക്കാർ താഴെ ഇരിക്കുക, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സഹോദരന്മാരെ, നമ്മളിന്നൊരു പുതിയ തത്വം കേട്ടു. നമുക്ക് എന്തായാലും അവർ പറഞ്ഞ ആൾ പെന്തിക്കോസ്തുകാരനല്ല, ബാപ്റ്റിസ്റ്റുകാരനാണ്, മദ്രാസിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ലക്ഷ്യമിടാം. 10 വർഷത്തിനകത്ത് 200 സഭകൾ. 100 പറയാൻ വന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ചോദിക്കുന്നത് ദൈവത്തോടല്ലോ, ഇച്ചിരി കൂടുതൽ ചോദിക്കാം. അസാധ്യമാണെന്ന് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഈ തത്വം പഠിപ്പിച്ച ആൾ മേശപ്പുറത്തോട്ട് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട്, ഡോക്ടർ റോജർ ഹെഡ്ലൻഡ്, ചെന്നൈയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവമേ ഇത് നടക്കത്തില്ലല്ലോ, ലോർഡ് ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. കാരണം അദ്ദേഹത്തിനറിയാം എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സാണ്. അദ്ദേഹം എൻ്റെ കണക്ക് കണ്ടതാണ്, അതിനൊരു കാരണം ഉണ്ടായിട്ട് കണ്ടതാണ്. എത്ര രൂപ വരുന്നുണ്ട്, എവിടെ നിന്നാണ് വരുന്നത്, ഇത് നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ശരിയായിരുന്നു. എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ പറഞ്ഞു എന്താണ്? 10 വർഷത്തിനകത്ത് 200 സഭകൾ. എന്തോ അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു ശരിയാ, നടന്നില്ല. 10 വർഷത്തിനകത്ത് നടന്നില്ല, 5 വർഷത്തിനകത്ത് നടന്നു. ഞാൻ വീണ്ടും എൻ്റെ ഏതെങ്കിലും ഒരു സുവിശേഷ വേലക്കാരൻ്റെ ഒക്കെ ചെന്ന അന്നത്തെ കാലത്ത് രാത്രി 2 മണിക്ക് കുളിക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പറയുമായിരുന്നു, ഹല്ലേലൂയ 200 സഭകൾ. പിന്നീട് 2000 സഭകൾ. ആരോട് ചോദിച്ചാലും, ഒരു വില്ലേജ് പ്രസിഡൻ്റൊക്കെ ചോദിച്ചാൽ പറയും, ബൈ 2000 ചർച്ചസ്. നിങ്ങളും ലക്ഷ്യമുണ്ടാക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ലക്ഷ്യമുണ്ടാക്കി അതിനുവേണ്ടി പരിശ്രമിക്കണം. 4 കാര്യങ്ങൾ പറയാൻ പോകണം. 1, നിങ്ങൾ തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം. ഒരാൾ പറയുക, 200 പേരെ സ്നാനപ്പെടുത്തണം, ഇവിടെ 50 എണ്ണം നടന്നാൽ മതിയാണ്. അല്ല, ഒന്നിച്ച് ഐക്യതയോടെ പറയണം. ഞാൻ പറഞ്ഞൊരു സംഭവം കൂടെ പറയട്ടെ, വേറെ ഓർമ്മ വരുന്നില്ല. ഞങ്ങളുടെ ഈ പണമുണ്ടായി, ഒരാൾ തന്നതാണ്. ആ പണം കൊണ്ട് ഞങ്ങൾ 4 ഏക്കർ ഭൂമി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു.
പക്ഷേ തരുന്ന ആൾ കുറേച്ചേ തരത്തുള്ളൂ. കാരണം ഇൻകം ടാക്സ് കൊടുക്കാതിരിക്കാനൊക്കെ വേണ്ടി ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു ഞാൻ 1/4 ഏക്കർ 1/2 ഏക്കർ വെച്ച് തരാം. അപ്പോൾ പ്രമാണം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേര് കൂടെ അവിടെ വന്നുകൊണ്ട് പത്താങ്കോട്ട് വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ദൈവമേ, ഇത് ഞങ്ങൾ പുരാണം വാങ്ങിക്കുകയാണ്. ഇതിനകത്ത് ആരുടെങ്കിലും ആയിട്ട് റിലേറ്റീവ് ആരെങ്കിലും വന്ന് ഇതിനകത്തുനിന്ന് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഇങ്ങനെ കിടക്കുന്ന പുരാണത്തിനകത്ത് കുറച്ച് വേറെ ആരെങ്കിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ നടുക്ക് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. എൻ്റെ കർത്താവെ, അങ്ങനെ സംഭവിക്കരുത്. ഒരു കിണറുണ്ട്, ആ കിണർ അദ്ദേഹത്തിൻ്റെ അനിയൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് പോയി കഴിഞ്ഞാൽ നടുക്കൂടെ വഴി വരും. ഞാൻ നിങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് വേറെ ആരും വന്ന് വാങ്ങിക്കരുത്, ഇത് ഞങ്ങൾക്ക് തരണം, യേശുവിൻ്റെ നാമത്തിൽ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, പക്ഷെ പണം തീർന്നു. കുറച്ചുകൂടെ ജോലികൾ ബാക്കിയുണ്ട്. എനിക്ക് ഒരു 10 ലക്ഷം രൂപ തന്ന ആളിന് ഞാൻ ഒരു എഴുത്തെഴുതി. എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട്, അത്യാവശ്യം വിവരിച്ച് ഞാൻ ഒരു കെട്ടിടം പണിയാണ്. 13 മുറിയുടെ ഒരു ബൈബിൾ കോളേജ് പണിയാണ്. 10 മുറി പണിത് കഴിഞ്ഞു. 3 മുറിയെ പണിയാനായിട്ട് മേളിൽ ഭിത്തി പണിതു, മേളിൽ ലിൻഡൽ ഇടാനായിട്ട്, കോൺക്രീറ്റ് ഇടാനായിട്ട് കമ്പി കെട്ടി വെച്ചിരിക്കുകയാണ്. കമ്പിയെല്ലാം തുരുമിക്കാൻ തുടങ്ങി. ഒരു ദിവസം മേസ്ത്രി വന്ന്, വയസ്സനായ ഒരു മേസ്ത്രിയാണ്, അയാൾ വന്ന് നോക്കിയപ്പോൾ എന്നെ വിളിച്ച് കാണിച്ചു കൊണ്ട് ഭിത്തി പൊട്ടിയിരിക്കുന്നു. കുറച്ച് നാൾ കഴിയാമെങ്കിൽ ഭിത്തി പൊട്ടും, മേളിൽ കോൺക്രീറ്റ് ഇട്ടെങ്കിൽ. എൻ്റെയൊക്കെ പറഞ്ഞ് ഇനി മഴ വരുമ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഈ കെട്ടിടം പൊളർന്നു പോകും. ഞാനത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇങ്ങനെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് താഴെ വീഴാൻ പാടില്ല. എൻ്റെ കർത്താവ്, ഞാൻ അദ്ദേഹത്തിന് എഴുതി എനിക്കൊരു 10,000 രൂപ. അദ്ദേഹം പറഞ്ഞു ഞാൻ തരത്തില്ല. ഞാൻ ദേഷ്യപ്പെട്ട് എനിക്ക് മറുപടി എഴുതി, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് വരുന്ന രൂപ അങ്ങ് നിന്നു. ഒരു അപവാദം എന്നെപ്പറ്റി പറഞ്ഞതാണ് കേട്ടോ. ആളുകൾ കേരളത്തിലെല്ലാം പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന രൂപ സ്വത്തെല്ലാം എൻ്റെ പേരിലാണെന്ന്. ഒരു എവിടെ ഞങ്ങൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഒഴിച്ച് ബാക്കി തമിഴ്നാട്ടിലും ഗോവയിലും ഒഴിച്ച് ഞങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിനകത്തും ഭൂമിയുണ്ട്. ഒരെണ്ണത്തിനകത്ത് എൻ്റെ പേരില്ല, പ്രമാണത്തിനകത്ത് എൻ്റെ പേരില്ല. എവിടെയോ ഒരിടത്ത് സാക്ഷി ഇല്ലാതെ വന്നപ്പോൾ ഞാൻ സാക്ഷിയായിട്ട് ഒപ്പിട്ടതല്ലാതെ ഒരു പ്രമാണത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ ചർച്ച് ബിൽഡിംഗ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ഥാപകൻ PG വർഗീസ് എല്ലാം വെട്ടിച്ചോളും, ഞാൻ ഒറ്റൻ്റെ പേരില്ല. പക്ഷേ അങ്ങനെ ഒരു അപവാദം വന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന രൂപയും ഇന്ത്യയിൽ നിന്ന് വരുന്ന രൂപയും എല്ലാം നിന്നു. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്തുകൊണ്ട് ഈ പൈസ നിന്നുപോയി. അന്നേരം പറഞ്ഞ് ഞങ്ങൾ ഈ 4 പേരിൽ ഒരാൾ പറഞ്ഞു, ഇതെല്ലാം PG വർഗീസിരിക്കുന്നിടത്ത് മാത്രം മതിയോ, ഓരോ ഏക്കർ വെച്ചിട്ട് നമ്മൾ 4 പേർക്കും കൂടെ ഉണ്ടാക്കി തന്നാൽ പോരായോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഐക്യത പോയപ്പോൾ, നിങ്ങളുടെ ഐക്യതയ്ക്ക് വലിയ ബലമുണ്ടാകും. ഭാര്യയും ഭർത്താവും ഐക്യതയിലായിത്തീരണം, മക്കളുമായിട്ട് ഐക്യതയിലായിത്തീരണം. പാസ്റ്ററും വിശ്വാസികളെല്ലാം എൽഡേഴ്സ്, നിങ്ങളുടെ മൂപ്പന്മാരും ഒരേ ഐഡിയയിൽ ഓടയ്ക്കണം. തിരുമേനിമാരും ബാക്കി തിരുമേനിമാരും എല്ലാവരും കൂടെ ഒരു ഐഡിയയിലായിത്തീരണം, ഓരോ യൂണിറ്റിയിലാണ്. നിങ്ങളുടെ യൂണിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാകണമെന്നില്ല. ഹല്ലേലൂയ. ഇത് അവർ ഒന്ന്, അവരുടെ ഭാഷയൊന്ന് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞല്ല ഇതുപോലെയാണ്, നമുക്കിത് പണിയാം. നിങ്ങൾ ഒരു കാര്യം തന്നെ സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സംസാരിച്ചു. 200 സഭകൾ, 10 വർഷം കഴിയുമ്പോൾ 200 സഭകൾ 5 വർഷത്തിനകത്ത് സാധിച്ചു. പിന്നെയും വലുതാക്കി 2000 വർഷമാകുമ്പോൾ 2000 സഭകൾ, 2000 അല്ലാതെ 1999 സാധിച്ചു. നിങ്ങൾ ഐക്യതയിൽ സംസാരിക്കണം. 2, നിങ്ങൾ ഭാവന കാണണം. ഓട്ടമില്ലാത്ത ഭാവനയായിരിക്കും. നടന്നാലൊക്കെ എന്തായാലും അങ്ങ് ചോദിച്ചേക്കാം, അല്ല നടക്കും. എങ്ങനെ നടക്കും? ദൈവം ഞങ്ങളെ സഹായിക്കും. പിന്നെ ഒരാൾ ചോദിക്കും നടന്നില്ലെങ്കിലോ? ഇല്ലെങ്കിൽ കമ്പനിക്ക് പോയി നമുക്കെന്തോ നഷ്ടം. അതുകൊണ്ട് ചോദിക്കണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ചോദിക്കണം, നിൻ്റെ ഭർത്താവിന് വേണ്ടി ചോദിക്കണം, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചോദിക്കണം, നിൻ്റെ മക്കൾക്ക് വേണ്ടി ചോദിക്കണം, നിൻ്റെ നാടിന് വേണ്ടി ചോദിക്കണം, നിൻ്റെ സമൂഹത്തിന് വേണ്ടി ചോദിക്കണം, സകലം ചോദിക്കണം, നിൻ്റെ സഭയ്ക്ക് വേണ്ടി ചോദിക്കണം. ഇമാജിനേഷൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേട്ടെ. അടുത്തത് ആക്ഷൻ. പ്രവർത്തിച്ച് തുടങ്ങണം. ആക്ഷൻ ഉണ്ടാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കോൺഫറൻസിലായിരുന്നു. ഞാൻ പോയതാണ്, വേറെ പലരും ഉണ്ട്. അവിടെ വന്നിരുന്ന ഒരു മെഡിക്കൽ ഡോക്ടർ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹം. ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തെ മെഡിസിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സർജറി പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഡോക്ടർ അദ്ദേഹം പറഞ്ഞു, നോക്കിയ വയറ്റിനകത്ത് ഇങ്ങനെ നോക്കണം. എന്നിട്ട് പറഞ്ഞു നോക്കി, നിൻ്റെ കൈ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് നിൻ്റെ തലച്ചോറിനകത്ത് അറിഞ്ഞിരിക്കണം. നിൻ്റെ കൈ എന്തെങ്കിലും അറിയണമെങ്കിൽ നിൻ്റെ മനസ്സിനകത്ത് അറിഞ്ഞിരിക്കണം. ഞാൻ പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചു. ശരിയാണ്. ഞാൻ ആരെങ്കിലും ഒരാളിനെ പിടിച്ചിട്ട് അയാളുടെ വയറിനകത്ത് ഇങ്ങനെ കൈവച്ച് നോക്കിയാൽ ഒന്നും അറിയത്തില്ല. എന്താ കാര്യം? എൻ്റെ തലച്ചോറിനകത്ത് അറിയത്തില്ല. എന്നാൽ ഇത് അറിയാവുന്ന ഒരു ഡോക്ടർ കൈവച്ചു, ഇവിടെയാണ് കുഴപ്പം. എന്താ കാര്യം? തലച്ചോറിനകത്ത് അറിയണം. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. നിങ്ങൾ കാണുന്നതിന് മുമ്പേ കാണണമെങ്കിൽ മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. നിങ്ങൾ കാണുന്നതിന് മുമ്പേ നിങ്ങൾ കാണണമെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. നിങ്ങളുടെ തലച്ചോറിനകത്ത്, നിങ്ങളുടെ മനസ്സിനകത്ത് ഇത് ദൈവം സംഭവിക്കും എന്ന് പറയണം. എന്നിട്ട് ഒന്നസ് ഇൻ തോട്ട്,
ഓട്ടയില്ലാത്ത ചിന്തയായിരിക്കട്ടെ. 4 1 യൂണിറ്റി, 2 ഇമാജിനേഷൻ, 3 ആക്ഷൻ, 4 നിങ്ങളുടെ ചിന്ത പോലും ഒന്നായിരിക്കട്ടെ. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ ചിന്ത ഒന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. വീട്ടിലെ മക്കളുടെ എല്ലാവരുടെയും ചിന്ത ഒന്നായിരിക്കട്ടെ. സഭയിലുള്ളവരുടെ എല്ലാവരുടെയും കൂടെ ഒന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു പദ്ധതി മനസ്സിലുണ്ടായി. ഇനി പറയുന്നത് കേട്ടാട്ടെ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി മനസ്സിലുണ്ടായാൽ ദൈവം ഒരാളിൻ്റെ ഹൃദയത്തിൽ അത് കൊടുക്കും. ദൈവത്തിൻ്റെ പദ്ധതി എന്നാണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. കേരളത്തിലൊരു ഉണർവ് വായിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം ഒരാൾക്കത് മനസ്സ് കൊടുക്കും, ഒരാൾക്കത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ മനസ്സിനകത്ത് ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൊടുക്കും. ഒരാളിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഹൃദയത്തിനകത്ത് കൊടുക്കും. എന്ത് വേണം? ഞാനൊരു ഉണർവ് വായിക്കാൻ പോകണം, നിങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വെയിൽസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു കൽക്കരി തൊഴിലാളിയായിട്ടിരുന്ന ഒരു മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ 2 ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അതിൻ്റെ മനസ്സിലാണ് വന്നത്, എടാ ഇവിടെ എല്ലാവരും കള്ളുകുടിയന്മാരാണ്, എല്ലാവരും തുറന്നുടപ്പുകാരാണ്. ഈ കൂലിപ്പണിക്കാരെല്ലാവരും രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്തു. അത് കഴിയുമ്പോൾ കള്ളു ഷാപ്പ് വന്ന് കുടിച്ച് വെച്ചേ കയറി വരത്തുള്ളൂ. ആണുങ്ങൾ മോശം, പെണ്ണുങ്ങൾ മോശം. അദ്ദേഹത്തിനോട് ഭാരം തോന്നിയിട്ട് 3 വർഷം അവധി എടുത്തൊരു പള്ളിയിൽ ചെന്ന് ചോദിച്ചു, ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്നത് ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി, അല്ലാത്തവ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കട്ടെ, നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ എന്ന് പറയുക, ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചോട്ടെ, 7 ദിവസം പ്രാർത്ഥിക്കാൻ പോവുക. അധികം പേരും പള്ളി തുറന്നു തരത്തില്ല. യാക്കോ പള്ളി തുറന്നു കൊടുക്കുമോ? മർത്തോം പള്ളി തുറന്നു കൊടുക്കുമോ? ഇവാഞ്ചലിക്കൽ ചർച്ച് തുറന്നു കൊടുക്കുമോ? പെന്തിക്കോസ്തുകാർ തുറന്നു കൊടുക്കുമോ? അതുപോലെ ഞങ്ങളും തുറക്കത്തില്ല. പക്ഷേ അദ്ദേഹം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ ചരിത്രം പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച ചവിട്ട് മെത്തയ്ക്കകത്ത് കുഴി വീണു മുഴുവൻ. എന്താ? അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 3-ാമത്തെ വർഷത്തിൽ വേറൊരാൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കേട്ടോ, ഞാനിവിടെ വരട്ടെ. പിന്നെ ഒരാളിവിടെ വന്നു. അവസാനം വെയിൽസിനകത്തുണ്ടായിരുന്ന 100% ആളുകളും രക്ഷിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ഭാരം ഉണ്ടായിക്കളഞ്ഞാൽ നിർത്തരുത്. 1 വർഷം കഴിയുമ്പോൾ നിർത്തരുത്, 2 വർഷം കഴിയുമ്പോൾ നിർത്തരുത്, 3 വർഷം കഴിയുമ്പോൾ നിർത്തരുത്. കാര്യമായിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നുകിൽ ഒരാളിൻ്റെ ഹൃദയത്തിനകത്ത് തരും, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ ഹൃദയത്തിനകത്ത്, ഒരു ഗ്രൂപ്പിൻ്റെ ഹൃദയത്തിനകത്ത് ആശീർവദിച്ച് അവൻ നൽകും. ഹല്ലേലൂയ. അനോയിൻറ്റഡ് ഇൻസ്പിറേഷൻ എന്ന് പറയും. നോഹയ്ക്ക് കൊടുത്തു. നോഹയുടെ കുടുംബത്തിൽ ഭാര്യ പറഞ്ഞോ, അച്ഛന് വേറെ ജോലിയൊന്നുമില്ലയോ, ഇവിടെ തടി വെട്ടാൻ പോയി, എന്തോ അതിനാ മഴ. പിള്ളേർ പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളിക്കൂടത്തിൽ പോകണം, വലിയ പ്രയാസമാണ്, പിള്ളേരെല്ലാം ഞങ്ങളെ കളിയാക്കും. പറഞ്ഞു, ഇല്ല. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വിശ്വസിച്ചു. ഹല്ലേലൂയ. നോഹയ്ക്ക് കൊടുത്തു, കൂടെ ഉള്ളവർ വിശ്വസിച്ചു, 8 പേര് വിശ്വസിച്ചു. യോസഫിൻ്റെ ഹൃദയത്തിനകത്തൊരു ഒരു ചിന്ത കൊടുത്തു, ഞാൻ ഈ ദേശത്ത് അനുഗ്രഹിക്കും. പിന്നീട് 7 വർഷം വലിയ ക്ഷാമമായിരിക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ദേശത്തിനു വേണ്ടി. ഹല്ലേലൂയ. ആ ദേശത്തെയും അയൽ രാജ്യത്തെയും രക്ഷിക്കാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത. മോശ, ഹല്ലേലൂയ, എന്താണ്? ഈ ജനത്തെ കൊണ്ടുപോകുവാൻ കഴിയും, ഇവിടുന്ന് കഴിയും. ഒരാളിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഹൃദയത്തിനകത്ത് വരും. ശലോമോൻ്റെ ഹൃദയത്തിനകത്തൊരു സ്വപ്നം. എന്താണ്? നീ ഒരു വലിയ രാജാവായി തീരും. നീ ഏറ്റവും ബുദ്ധിമാനായ ഒരാളിൻ്റെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് സമാഗമന കൂടാരം പണിയാൻ മോശയ്ക്ക് ആളുകളെ കൊടുത്തു. ആളുടെ പേര് ബെസലീൽ എന്നാണ്. പുറപ്പാട് പുസ്തകം 31 ഒരാളിൻ്റെ ഹൃദയത്തിൽ വേറെ, അതോടൊപ്പം തന്നെ വേറെ ചിലരെടുക്കണം. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് എൻ്റെ കൂടെ ദൈവം പ്രവർത്തിക്കാനായിട്ട് MI എന്ന് പറഞ്ഞൊരു ദേവദാസനെ അയച്ചു. എനിക്ക് വേദപുസ്തകം നല്ലപോലെ അറിയത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് 13 വർഷം 12 മാസമേ ആയിട്ടുള്ളൂ. എനിക്ക് ഉപദേശമൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കൊരു ഭാരമുണ്ട്. ദൈവം അതുകൊണ്ട് ഒരാളിനെ അയച്ചു. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ദൈവം നിനക്കൊരു ഭാരം തന്നാൽ നിന്നെ സഹായിക്കാൻ ആളുകളെ തരും. ഉപദേശത്തിനകത്ത് സഹായിക്കാൻ ആളുകൾ തരും. പണം കൊണ്ട് സഹായിക്കാൻ നിന്നെ ആളുകൾ തരും. നിന്നെ മോറലി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ തരും. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഹല്ലേലൂയ. സഭയുണ്ടായപ്പോൾ തന്നെ വലിയ പ്രീച്ചേഷന് ദൈവം എഴുന്നേൽപ്പിച്ചു. പത്രോസ് ആദ്യം സഭയുണ്ടായ ആദ്യത്തെ പ്രസംഗം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം, വലിയൊരു പ്രസംഗം. എങ്ങനെയാണ് സംഭവിച്ചത്? ദൈവം അവന് ബുദ്ധി കൊടുത്താണ്. പഠിത്തമില്ലാത്തവരുടെ ചിലർ ഇങ്ങനെ പറയും, പഠിത്തമില്ലാത്ത മുക്കുവനായിരുന്നു. പഠിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1-ാമത്തെ ലേഖനവും 2-ാമത്തെ ലേഖനവും അദ്ദേഹം എഴുതിയത്. കൊണ്ടുണ്ട് പറഞ്ഞ അയാൾ MA PhD ഒന്നും അല്ല, അയാൾ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചതല്ല, അയാൾ തിയോളജി ഒന്നും പഠിച്ചതല്ല, പക്ഷെ പഠിത്തമുള്ളവനായിരുന്നു. പക്ഷേ അസാധാരണമായ രീതിയിൽ മുക്കുവന് അയാളുടെ ഭാഷ മാറി, അവിടെ സംസാരം മാറി. മുക്കന്മാരുടെ ഭാഷയൊക്കെ മോശമാണ്. കാരണം അവിടെ ചീത്ത പറയുന്ന, എവിടെ ഏത് രാജ്യത്ത് പോയാൽ കഴിഞ്ഞാലും കേട്ടോ, അത് ഇംഗ്ലീഷിൽ കസ് എന്നാണ് പറയുന്നത്. അതെ, ചീത്ത പറയുന്ന കാര്യമാണ്. പക്ഷേ അവൻ്റെ ഭാവം മാറി, അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ ജീവിതം മാറി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം അപ്പോൾ മാറി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ വഴിന്നുകൊണ്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു പ്രസംഗിച്ചു, തിയോളജിക്കൽ പ്രീച്ചിങ്. 4-ാം അധ്യായത്തിനകത്ത് ഞാൻ പറയുന്നു, ദൈവം നിന്നെ സന്ദർശിച്ച് കഴിയുമ്പോൾ നിൻ്റെ കഴിവുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. ദൈവം നിന്നെ സന്ദർശിച്ച് നിൻ്റെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് വന്നു കഴിയുമ്പോൾ നിൻ്റെ ജീവിതം അപ്പാടെ മാറും. സ്തെഫാനോസ്
ആരാണ്? മേശയിൽ ആഹാരം വിളമ്പുന്ന ആളാണ്, കഞ്ഞിയും കറിയും വിളമ്പുന്ന മനുഷ്യനാണ്. പക്ഷേ ദൈവം അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലർ 7-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നു അസാധാരണമായൊരു പ്രസംഗം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ദൈവം നിനക്കില്ലാത്ത കഴിവുകളെ തരും. ദൈവത്തിൻ്റെ സന്ദർശനം നിൻ്റെ മേൽ വന്നു കഴിയുമ്പോഴത്തേക്ക് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്, നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. ദർശനം ചോദിച്ചു വാങ്ങിക്കണം, അറിവ് ചോദിച്ചു വാങ്ങിക്കണം, ബുദ്ധി ചോദിച്ചു വാങ്ങിക്കണം, ജ്ഞാനം ചോദിച്ചു വാങ്ങിക്കണം. നിങ്ങൾക്ക് ബുദ്ധി കോളേജിൽ പോയാൽ കിട്ടും. എന്നാൽ ജ്ഞാനം വേണമെങ്കിൽ ജ്ഞാനമുള്ളവരുടെ കൂടെ നടക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. രണ്ടു വിധത്തിൽ കിട്ടാം. ഒന്ന് ജ്ഞാനമുള്ളവരുടെയൊക്കെ ചോദിക്കണം, പിന്നെ വായിച്ചുമൊക്കെ കിട്ടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒക്കെ ചോദിച്ചാലും ജ്ഞാനം കിട്ടും. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ കോളേജിൽ പോയി ചോദിക്കണമെന്നല്ല, കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ചോദിച്ചാൽ അവന് കിട്ടും. അല്ലേ? ശ്രദ്ധിച്ചു വാക്യം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. ഹല്ലേലൂയ. കേട്ടോ, ഇനിയും കേട്ടാട്ടെ. 2 തിമോത്തിയോസ് 1:7, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വബോധത്തിൻ്റെയും ആത്മാവിനെ എത്രയും ദൈവം നമുക്ക് തരുന്നു. അതുകൊണ്ട് ചോദിക്കണം, എനിക്ക് വേണം, എനിക്ക് കുറച്ചുകൂടെ ബുദ്ധി വേണം, എനിക്ക് കുറച്ചുകൂടെ പരിജ്ഞാനം വേണം, എനിക്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷ് വേണം. ഒരാൾ എന്തൊക്കെ പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കോളേജ് പ്രൊഫസർ, എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ പറഞ്ഞു, വർഗീസ് ബ്രദറെ 10-ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്, ഞാൻ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഉള്ള ആളാണ്, PhD ഉള്ള ആളാണ്, പക്ഷേ എന്നെ കൊണ്ട് ഇതുപോലെ പ്രസംഗിക്കാൻ നോക്കുന്നത് ഇനിയും പറയുന്നത് കേട്ടാട്ടെ. അതുകൊണ്ട് വർഗീസിനെ പോലെ ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എങ്കിൽ നീ ചോദിക്കും, തരും. നിനക്ക് തന്നില്ല എങ്കിൽ ലോകത്തിൽ എല്ലായിടത്തും പോയി പ്രസംഗിക്കണം. തന്നില്ല എങ്കിൽ നിനക്ക് മലയാളം അറിയാമോ, മലയാളത്തിൽ പ്രസംഗിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തമിഴ് അറിയാമോ, തമിഴിൽ പ്രസംഗിച്ചാട്ടെ. ദൈവം നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് അതിനപ്പുറത്തൊരു വേല ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ചോദിച്ചാൽ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. യേശു പറഞ്ഞതല്ലേ, ചോദിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവിൽ തുറക്കപ്പെടും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. അതുകൊണ്ട് ചോദിക്കണം. നിനക്ക് കിട്ടാതെ ഇരിക്കുന്നത് നീ ചോദിക്കാതെ ഇരുന്നത് കൊണ്ടാണെന്ന് പറയുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ചോദിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാനെ ചോദിച്ചിട്ട് ഒരു ചേനയെ കിട്ടിയെങ്കിലും ഒന്നും ചോദിക്കാതെ ഇരുന്ന് ഒന്നും കിട്ടാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ 84 വയസ്സായി. വിചാരിച്ചു എനിക്കൊരു 140 വയസ്സ് വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പറയുകയാണ്, ഞാൻ 140 വയസ്സ് വരെ ചോദിച്ചിട്ട് 120 വയസ്സിൽ മരിക്കുന്നതാണ് 100 വയസ്സ് വരെ ചോദിച്ചിട്ട് 60-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അതുകൊണ്ട് ചോദിക്കണം, വിശാലമായിട്ട് ചോദിക്കണം. തരുന്നവൻ സർവശക്തിമാനാണെന്ന് മനസ്സിലുകൊണ്ട് സ്നേഹവാനായ പിതാവാണെന്ന് ചോദിച്ചിട്ടുണ്ടവർ. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് വേദപുസ്തകത്തിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതിനെ പറ്റി. ചോദിച്ചാൽ അവൻ ബുദ്ധി തരും, ചോദിച്ചാൽ അവൻ പരിജ്ഞാനം തരും, ചോദിച്ചാൽ അവൻ കഴിവുകളെ തരും, ചോദിച്ചാൽ അവൻ വിജയം തരും, ചോദിച്ചാൽ അവൻ അത്ഭുതം ചെയ്തു തരും. കേട്ടോ? അല്ലേ? എന്തിന്? അവന് വേണ്ടിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയും. അത് പിന്നീടാണ്. ഹല്ലേലൂയ. എന്തിനാണ് തരുന്നത്? ദൈവനാമ മഹത്വത്തിന് വേണ്ടി. നീ എന്തെങ്കിലും ചോദിച്ചാൽ ദൈവം നിനക്ക് തരുന്നത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ആളുടെയൊക്കെ പറയും, നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് ഒരു മുറി മാറ്റിയിടണം. എന്തിനാണ്? ആരെങ്കിലും ദൈവദാസന്മാർ വന്ന് താമസിപ്പിക്കാൻ. ഇന്നത്തെ കാലത്ത് അത് വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. കേട്ടോ? എല്ലാവരെയും താമസിപ്പിക്കാൻ പ്രയാസമാണ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയും, നിങ്ങളുടെ വീട്ടിൽ വരുന്നത് PG വർഗീസ് ആണെങ്കിൽ ഞാൻ എന്നെ തന്നെ അറിയാണ്. പക്ഷേ നിങ്ങളുടെ മോളെ ഏൽപ്പിച്ചു വെച്ച് പോകുന്നത് സൂക്ഷിച്ചു വേണം. കാലം അങ്ങനെയാണ്, ചരിത്രം അങ്ങനെ പറയുന്നു. പട്ടക്കാരനായാലും തിരുമേനി ആയാലും പാസ്റ്ററായാലും ആരായിരുന്നാലും. പക്ഷേ ഞാൻ എൻ്റെ അമ്മച്ചെടുക്ക പറഞ്ഞായിരുന്നു, വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ വീടൊന്നും കേൾക്കുക. ഞാൻ പറഞ്ഞു, ഒരു മുറി ദേവദാസന്മാർക്ക് വേണ്ടി കൊടുക്കണം. എൻ്റെ അമ്മച്ചി പണിതിട്ടു, അപ്പച്ചും പപ്പായും കൂടെ പണിതിട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു മുറി. ഹല്ലേലൂയ. പ്രോഫറ്റ്സ് ചേംബർ എന്നാണ് അതിന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പണിതിടണം. പക്ഷെ ഞാൻ ഇന്നൊരു ഉപദേശം കൂടെ തരട്ടെ. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ദൈവദാസന്മാർക്ക് ഒരു മുറി പണിതാൽ ആ മുറിയുടെ വാതിൽ നിങ്ങളുടെ വീട്ടിനകത്തോട്ട് കയറുന്നതായിരിക്കരുത്, വെളിയിലോട്ട് കയറുന്നതായിരിക്കണം. പരിജ്ഞാനം. കതവടച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് കയറാൻ, PG വർഗീസ് ആണെങ്കിലും ശരി, ഇങ്ങോട്ട് കയറാനുള്ള അവകാശമില്ല. അവിടെ ബാത്റൂം ഉണ്ടെങ്കിൽ, ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞാൻ പറയുന്നത്, നിനക്ക് ദൈവം തരുന്ന എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ടാണ്. നിൻ്റെ പൈസ, നിൻ്റെ വീട്, നിൻ്റെ കാറ്, നിനക്ക് കിട്ടിയിട്ടുള്ള പണം, ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ എല്ലാം ദാനം ചെയ്യണമെന്നല്ല. പക്ഷേ ആവശ്യം കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാതെ ഇരിക്കരുത്. ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ നാമ മഹത്വം, ബാക്കിയുള്ളതൊക്കെ പിന്നീട്. ഈ വസ്തുത മനസ്സിൽ നിരൂപിച്ച് വലിയ കാര്യങ്ങളെ ചിന്തിക്കണം.
ദൈവമേ. ഒരു പലതും ഞാനിങ്ങനെ പള്ളിക്കുടുത്തി പഠിക്കുന്ന കാലത്ത്, ഏരിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 8ാം ക്ലാസ്സിന് മുമ്പേ കേട്ടിട്ടുണ്ട്. ഒരാളിങ്ങനെ നടന്നു പോവാണ്, മോനെയും കൊണ്ട് നടന്നു പോവുക. അന്നേരം പറഞ്ഞു, എൻ്റെ ദൈവമേ, അയാളുടെ ഭാഷയെ പറഞ്ഞു, ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യൻ, ആരോട് വേണമെങ്കിലും പറയാം. എൻ്റെ ദൈവമേ, എനിക്ക് വീട്ടിലേക്ക് വലിയൊരു അത്യാവശ്യമായിരുന്നല്ലോ. അന്നത്തെ കാലത്ത് ഒരു 50 രൂപ കിട്ടിയാൽ ദൈവമേ ഒരു 25 രൂപ ഞാൻ പള്ളിയിലിട്ടേക്കാം. മോൻ ചോദിച്ചോ, അപ്പച്ച അത് കൊടുക്കാനാണ്, അത് നീ ഇപ്പം അറിയണ്ട. അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കടലാസ് കൂതി കിടക്കുന്നു, എടുത്ത് നോക്കി കഴിഞ്ഞാൽ 25 രൂപ. അയാൾ പറഞ്ഞു, ദൈവമേ നീ വലിയ പുള്ളിയാ, നിൻ്റെ എടുത്തും വെച്ചാൽ ബാക്കി എനിക്കിട്ടെ. ഒത്തിരി പേരും പറഞ്ഞാലും അർത്ഥമാക്കുന്നില്ല, ദൈവത്തെ കബളിപ്പിച്ച് വാങ്ങിക്കാനാണ്. ദൈവം പാവമായതുകൊണ്ട് കൊടുക്കുന്ന. ഉദാഹരണം പറഞ്ഞുതരാം. എത്രയോ പേരാ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് എൻ്റെ മോളെ ഒരു മെഡിക്കൽ ഡോക്ടർ ആക്കണം, എനിക്കൊരാഗ്രഹം, അവൾക്കൊരാഗ്രഹം, ഒരു മിഷൻ ഡോക്ടർ ആവണം. പറഞ്ഞിട്ടുള്ള എത്ര പേര് മിഷൻ ഡോക്ടർ ആക്കിയിട്ടുണ്ട്? അവരെല്ലാം ജോലി ചെയ്യുന്നത് അമേരിക്കയിലാണ്, അവരെല്ലാം ജോലി ചെയ്യുന്നത് അയർലൻഡിലാണ്, അവരെല്ലാം ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. പറയാഞ്ഞിട്ടല്ല, സമർപ്പിക്കാഞ്ഞിട്ടല്ല, ദൈവം പാവമായതുകൊണ്ട്. എൻ്റെ ഭാഷ കർത്താവ് ക്ഷമിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് MBBS അഡ്മിഷൻ കൊടുത്തതാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കിയതാണ്, അല്ലെങ്കിൽ MBA പാസ്സാക്കിയതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 300-ലധികം മിഷൻ ആശുപത്രികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇപ്പോഴെത്ര ഉണ്ട്? 24 പോലും ഇല്ല. ബാക്കിയെല്ലാം ക്ലോസായി. എന്താ കാര്യം? പണമില്ലാഞ്ഞിട്ടല്ല, ഡോക്ടർമാരില്ലാഞ്ഞതിനാൽ, ഡോക്ടർമാരില്ലാത്തതിനാൽ, നേഴ്സുമാരില്ലാത്തതിനാൽ, അഡ്മിനിസ്ട്രേറ്റർമാരില്ലാത്തതിനാൽ. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ഈ ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ നിങ്ങൾക്ക് അടിച്ചാൽ കാണാം. അവരുടെയൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഡോക്ടർമാരില്ല, അഡ്മിനിസ്ട്രേറ്റർമാരില്ല. ഹല്ലേലൂയ. നമ്മൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം. ഈ വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട്, കർത്താവേ എനിക്കൊരു വീട് തന്നാൽ നിൻ്റെ നാമം മഹത്വത്തിനായിരിക്കും, നീ എനിക്ക് പണം തന്നു കഴിഞ്ഞാൽ നിൻ്റെ നാമം മഹത്വത്തിനായിരിക്കും പറയണം. ഹല്ലേലൂയ. ഒരു ചെറിയ വിശ്വാസിക്ക് ഒരു ചെറിയ ചിന്ത പാടില്ല, വലിയൊരു ചിന്ത. തിങ്ക് ബിഗ്. ഹല്ലേലൂയ. ഇതാ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഈ 4 ബാലന്മാർക്കും ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ആര്? അടിമകൾ നല്ല വകയൊന്നും കഴിച്ചിട്ടല്ല ജീവിക്കുന്നത് കേട്ടോ. അവർ ജീവിച്ചപ്പോൾ ഉണക്കച്ചപ്പാത്തി തിന്നവരായിരിക്കണം കേട്ടോ. ഇറച്ചിയൊന്നും തിന്ന് കാണത്തില്ല. എന്നിട്ടും എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അവർക്ക് ബുദ്ധി കൊടുത്തെങ്കിൽ, നീ എവിടെ ജനിച്ചിരുന്നാലും നീ വെറും പോച്ച മാത്രം, പോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വില കുറഞ്ഞ വെജിറ്റബിൾസ് കഴിച്ച് ജീവിച്ചതായിരിക്കാം. പക്ഷേ എൻ്റെ ദൈവത്തിന് നിനക്ക് ബുദ്ധി തരുവാൻ കഴിയും. എൻ്റെ 2ാമത്തെ മകൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഒക്കെ ചോദിച്ചു, അപ്പുറത്തെ വീട്ടിലെ ഒരു എഞ്ചിനീയറുടെ മോളാണ്, എഞ്ചിനീയറുടെ മോളിൽ നിന്ന് എന്തോ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് മുട്ടയാണ്. എന്തിനു കൊള്ളാം? ഞാൻ പറഞ്ഞു, കഴിക്കാൻ കൊള്ളാം. എനിക്ക് പറഞ്ഞാൽ 25 പൈസ എൻ്റെ ഇല്ലാലും മുട്ട വാങ്ങിച്ചു കൊടുക്കാൻ. അബ്ഡക്ക് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ടോണിക്ക്, ഒരു കുപ്പി ടോണിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾ മന്ദബുദ്ധിയായിപ്പോയി. ആഹാരമില്ലാഞ്ഞിട്ടാണോ ജനിച്ച അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് അവളുടെ പേര് ഡോക്ടർ ആനി വർഗീസ് PhD, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി, ടെക്സസ്, അതിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവത്തോട് ചോദിച്ചു. ദൈവം കൊടുത്തു. ഈ ദൈവം നിങ്ങളുടെയും ദൈവം, നിങ്ങളുടെ മകളുടെ ദൈവം, നിങ്ങളുടെ മകൻ്റെ ദൈവം, പാസ്റ്ററുടെ ദൈവം. ഹല്ലേലൂയ. സൺഡേ സ്കൂൾ ടീച്ചർ നിങ്ങളുടെ ദൈവം, ബിസിനസ്സുകാരാ നിങ്ങളുടെ ദൈവം. 20-ാമത്തെ വാക്യം. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആവിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ട് 10 ഇരട്ടി. ഹല്ലേലൂയ. വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ടല്ല കേട്ടോ, ഏതെങ്കിലും ലേഹ്യം കഴിച്ചിട്ട് ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞില്ല കേട്ടോ. ആവശ്യമുള്ളവരും പണമുള്ളവരും ഒക്കെ കഴിച്ചാട്ടെ. പക്ഷെ ഇതിനകത്തല്ല. സ്വർഗത്തിലെ ദൈവത്തിൽ നിനക്ക് പ്രാപിക്കാം. ഹല്ലേലൂയ. ദൈവം നിനക്ക് തരും. നാമും ചോദിക്കും. നിന്റെ ജ്ഞാനം, നിന്റെ ബുദ്ധി, നിന്റെ സ്വപ്നം, നിന്റെ ദർശനം, നിന്റെ പദ്ധതി, നിന്റെ വിചാരം, ഇതെല്ലാം ലക്ഷ്യം ദൈവത്തിൻ്റെ നാം മഹത്വമായിരിക്കണം. നമ്മളും ചോദിക്കണം, മക്കളെങ്കിൽ അവകാശികൾ. നമ്മളുടെ സ്വാർത്ഥത, നമ്മുടെ ഗ്രീഡ്, നമ്മുടെ മഹത്വം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ അസൂയ ഇതുകൊണ്ടായി പോകരുത്. IQ ഉള്ളത് കൊണ്ടുമല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുമല്ല, നമ്മുടെ കണക്ഷൻ കൊണ്ടുമല്ല. എൻ്റെ 2ാമത്തെ മോളാണ് ആദ്യം വിദേശത്ത് പഠിക്കാൻ പോയത്, ആനി. ഇത് കഴിഞ്ഞപ്പം ഒരാൾ പറഞ്ഞു, അതേ നിങ്ങൾക്കൊക്കെ കണക്ഷൻ ഉണ്ട് ജോൺ ഓസ്റ്റിനുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടായില്ല. ഒരിക്കൽ ജോൺ ഓസ്റ്റിൻ അവൾക്ക് $500 കൊടുത്തു. അവൾ വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് $1000 ടീമിന് അയച്ചു തന്നു. കാരണം ടീമിൻ്റെ സപ്പോർട്ടറുടെ പൈസ ഉണ്ടാണെന്ന്. കണക്ഷൻ ഉണ്ടായിട്ടാണോ? അല്ല.
അവൾ പട്ടിണി കിടന്ന പോലെ വേറെ ആരും ഇവിടുന്ന് പോയിട്ടുള്ളവരാരും പട്ടിണി കിടന്ന് കാണത്തില്ല. അവൾ ഗ്രാജുവേഷന് പോയത് കയറിയ ഷൂസ് ഇട്ടുകൊണ്ടാണ് ഞാൻ കണ്ടതാണ് കേട്ടോ. അവൾ എൻ്റെ ഒക്കെ പറഞ്ഞു, ഡാഡി ഞാൻ ഒരിക്കലും മുട്ടയോ ഇങ്ങനെയുള്ള വില കൂടിയ സാധനങ്ങൾ, അവിടെ വില കുറഞ്ഞ സാധനമാണ് ഇതൊക്കെ കേട്ടോ. ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചിട്ടില്ല, പച്ചവെള്ളത്തിനും ഓറഞ്ച് ജ്യൂസിനും ഒരു വിലയാണ്. പറഞ്ഞു, പക്ഷെ കഷ്ടപ്പെട്ടു. കണക്ഷൻ കൊണ്ടല്ല നിൻ്റെ ഉയർച്ച വരുന്നത്, നിൻ്റെ കഴിവ് വരുന്നത്, നിൻ്റെ ബുദ്ധി വരുന്നത്, നിൻ്റെ പരിജ്ഞാനം വരുന്നതോ ഇതുകൊണ്ടൊന്നും അല്ല നിനക്ക് കിട്ടുന്നത്, ദൈവം തരും, ഐക്യം കൊണ്ടല്ല. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ ദശാംശം കൊടുക്കുന്നില്ലയോ? എന്തിനാ ദശാംശം കൊടുക്കുന്ന? ദൈവം പറഞ്ഞു മലാഖി 3:10, നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പേൻ. അങ്ങനെ നമ്മൾ ദശാംശം ദൈവത്തിൽ വിശ്വസിക്കുന്നത്. എന്താണ് വിശ്വസിക്കുന്നത്? ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കും, ദൈവം പറഞ്ഞു ഞാൻ കൊടുക്കും, ഞാൻ അനുസരിക്കും. അനുസരിച്ച് കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടെ വിശ്വസിക്കണം. ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ കൊട്ട നിറഞ്ഞ്, നിന്റെ തൊട്ടി നിറഞ്ഞ്, നിന്റെ പാത്രം നിറഞ്ഞ്, ഹല്ലേലൂയ, ഹിലാക്കർ നല്ലതുപോലെ കുലുക്കി തിരിച്ചു തരുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധിയോടെ വിശ്വസിക്കരുതോ? അപ്പച്ചാ വിശ്വസിക്കരുത് നിങ്ങളുടെ മകൾക്ക് വേണ്ടി ബുദ്ധി? ഹല്ലേലൂയ. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, ഞാൻ നിനക്ക് ചോദിക്കണം, നിനക്കും വിശ്വസിക്കരുതോ? ബാക്കിയുള്ള കാര്യത്തിനകത്ത് വിശ്വസിക്കാമെൻ്റെ ബുദ്ധിക്കകത്തും പരിജ്ഞാനത്തും വിശ്വസിക്കണം. നമുക്ക് ദൈവത്തെ വിശ്വസിച്ചുകൂടായോ? ജ്ഞാനത്തിന് വിശ്വസിച്ചുകൂടായോ? ബുദ്ധിക്ക് വിശ്വസിച്ചുകൂടായോ? സ്വപ്നത്തിന് വിശ്വസിച്ചുകൂടായോ? ദർശനത്തിന് വിശ്വസിച്ചുകൂടായോ? പദ്ധതിക്ക് വിശ്വസിച്ചുകൂടായോ? എനിക്ക് സ്വപ്നം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പ്രവർത്തിക്കണം. ഞാൻ പോയി പ്രവർത്തിച്ചു. ഞാൻ ഈ വർഷത്തിലിരിക്കുകയാണ്. ഞാൻ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ പോവാണ്. ബിഷപ്പുമാരെ എല്ലാവരെയും കാണും, കൺവെൻഷൻ പ്രസംഗരെ എല്ലാവരെയും പോയി കാണും ഞാൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയും, നമുക്ക് വടക്കേ ഇന്ത്യയെ പറ്റി ഓർക്കണം, വടക്കേ ഇന്ത്യയെ പറ്റി പ്രസംഗിക്കണം, നമ്മുടെ സഭകൾ നമ്മൾ പ്രസംഗിക്കണം, വടക്കേ ഇന്ത്യക്ക് നമുക്ക് പോകാമെന്ന് പറയണം. അടുത്ത വർഷം ഞാൻ 29 സ്റ്റേറ്റിൽ, 28 സ്റ്റേറ്റാണ്, പിന്നെ ജമ്മു കാശ്മീർ, 29 സ്റ്റേറ്റിൽ ഞാൻ പോയി പ്രസംഗിക്കും. ഇന്നലെ ഒരാൾ എൻ്റെ ഒക്കെ ചോദിച്ചു, ആരും വിളിച്ചില്ലെങ്കിൽ റോഡിൽ നിന്ന് പ്രസംഗിക്കും. എനിക്കൊരു ദർശനം ഉണ്ടായിട്ടെ ഞാൻ ചോദിക്കുന്നു ദൈവത്തിൻ്റെ ദൈവം എനിക്ക് കൃപ തരും. ഹല്ലേലൂയ. ഞാൻ പോകും. അതിനു മുമ്പേ അങ്ങ് ചത്തുപോയാൽ നഷ്ടമാർക്കാണ്? എനിക്കാണോ? അല്ല, ദൈവത്തിന്. ദൈവത്തിൻ്റെ ഒരു PG പരീക്ഷ അല്ലെങ്കിൽ വേറൊരു PG പരീക്ഷനെ വിളിക്കും. പക്ഷേ എനിക്കൊരു ദൈവമേ ഉള്ളൂ, അവനെ ഞാൻ വിളിച്ചപേക്ഷിക്കും, അവൻ എനിക്ക് തരും. നമ്മുടെ പ്രവൃത്തികളിലെല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. ഞാൻ പുസ്തകം എഴുതിയാൽ ദൈവനാമം മഹത്വപ്പെടണം. ഞാൻ സിനിമ ഉണ്ടാക്കിയാൽ ദൈവനാമം മഹത്വപ്പെടണം. ഞാൻ പ്രസംഗിച്ചാൽ ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ ആരോഗ്യം ദൈവനാമം മഹത്വത്തിനായിരിക്കണം. നാം ജീവിക്കുന്ന ഒരു ഇരുൾ നിറഞ്ഞ ലോകത്തിലാണ്. നമുക്ക് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ സാധ്യമല്ലേ? ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, സമാധാനമില്ലാത്ത ലോകത്തിൽ. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് കാശ്മീരിൽ ഒരാൾ, ഒരു എൻജിനീയറാണ്. അദ്ദേഹം എൻജിനീയർ ഡിപ്ലോമക്കാരനാണ്, അവിടുത്തെ ജൂനിയർ എൻജിനീയറാണ്. അദ്ദേഹം വന്നും വെച്ചെൻ്റെയൊക്കെ വെള്ളം ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ വീട്ടിൽ ഞാനിവിടെ ഇരിക്കുമ്പോഴേ വെള്ളം ചോദിച്ചു. എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു ഭിക്ഷക്കാരൻ വന്നു. എൻ്റെയൊക്കെ പറഞ്ഞു വിശക്കുന്നു. ഞാൻ പറഞ്ഞു, ഇരുന്നാട്ടെ ചപ്പാത്തി തരാം. വേണ്ട, നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചപ്പാത്തി കഴിക്കത്തില്ല, പൈസയെ വാങ്ങിക്കത്തുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അയാൾ പറഞ്ഞു ഇതുവരെയാണ്, ഞാനൊരു നായർ കുടുംബത്തിലെയാണ്, അവിടുത്തെ വടക്കേ ഇന്ത്യയിലെ ഖത്രി കുടുംബത്തിലെയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ. കാരണം കാശ്മീരിൽ എല്ലാവരും തോട്ടികളായിട്ടാണ് ക്രിസ്ത്യാനികൾ നടക്കുന്നത്. ഒരു ഭിക്ഷക്കാരൻ എൻ്റെ വീട്ടിൽ നിന്ന് ചപ്പാത്തി പോലും കഴിക്കാത്തടത്ത് ഇതാ ഒരു കാശ്മീർ ബ്രാഹ്മണം എന്ന് പറയുക വെള്ളം തന്നാട്ട്. ഞാൻ അദ്ദേഹത്തിന് ഇരിക്കാൻ അന്ന് കസേരയൊന്നുമില്ല, ഒരു കെട്ട് ബണ്ടിൽ പുസ്തകങ്ങൾ കിടപ്പുണ്ട്, അതിനകത്തോട്ട് ഞാനൊരു ടവലിട്ട് വെച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനം കാണിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഒരു ടവലിട്ട് കൊടുത്തു, ചാക്ക് കെട്ടിനകത്താണ്, അതിൻ്റെ പുറത്തോട്ട് കൊടുത്തു, ഇരുന്നാട്ട്. ഞാൻ അടുക്കളയിലോട്ട് എന്നും വെച്ച് ലില്ലിയൊക്കെ പറഞ്ഞു, ലില്ലി താണ്ട ആ എഞ്ചിനീയർ വന്നിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ നേരെ അപ്പുറത്ത് ഒരു റോഡ് ഞങ്ങളുടെ അപ്പുറത്ത് റോഡിനപ്പുറത്തൊരു ഗവൺമെൻറ് കെട്ടിടം പണിയാണ്. അദ്ദേഹമാണ് അതിൻ്റെ സൂപ്പർവൈസർ. ഞാൻ ലില്ലിയൊക്കെ പറഞ്ഞു, ആണ്ട അയാൾ വന്നിരിക്കുന്നു കേട്ടോ, വെള്ളം കൊണ്ട് കൊടുത്താട്ടെ, സോപ്പിട്ട് കഴുകുക, ഗ്ലാസ്, കാരണം എടുക്കുന്നുണ്ടെ ഒന്നും മണക്കരുത്. ഇല്ലെന്നറിയാം, എന്നാലും ഒന്നുകൂടെ പ്രിക്കോഷൻ, പേടിച്ച് വിറച്ചു പോയി ഞങ്ങൾ. ഹല്ലേലൂയ. ലില്ലി അതോട്ട് സോപ്പിട്ട് കഴിയും. അന്നൊരു അലൂമിനിയം ഗ്ലാസ്സേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അലൂമിനിയം ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തു, അതിനകത്ത് ഇച്ചിരി റൂഫ്സ എന്ന് പറഞ്ഞൊരു സാധനം, ഒരു സ്കോഷ് പോലെ ഉണ്ടാക്കി ലില്ലി ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചുകൊണ്ട് കൊടുത്തു. അയാളത് പകുതി കുടിച്ച് വെച്ചു. ഞാൻ വെള്ളം കുടിക്കാൻ വന്നതല്ല, പിന്നെന്തിനാ വന്നത് പറഞ്ഞ്. ഞാൻ അപ്പുറത്തെ കെട്ടിടം പണി, ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ജനലിനകത്തൂടെ കാണാറുണ്ട്, അപ്പുറത്ത് എഴുതിയിട്ടിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ ഞങ്ങൾ നീ കഴിക്കുന്ന ആഹാരം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വെറും ചോറ്, അതിനകത്ത് കൂട്ടാൻ പോലും ഇല്ല. ഞാൻ കണ്ടു നീ നിൻ്റെ ഭാര്യയും കൂടെ സ്നേഹത്തിൽ കഴിയുന്നതാ. ഇതിൻ്റെ രഹസ്യം എന്താ? നീ ദരിദ്രനാണ്, നീ കിടന്നുറങ്ങുന്നത് താഴെ അവിടുന്ന് ജനലിൽ കൂടെ കാണും, ജനൽ തുറന്നിട്ടേക്കണം, വലിയ ജനലാകട്ടോ, വലിയ കാണാം, 3 പാളികളെ പറഞ്ഞ്. ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ കിടക്കുന്നത് താഴെയാണ്, കട്ടിൽ പോലും ഇല്ല, നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര പോലും ഇല്ല. പക്ഷെ നിങ്ങളുടെ ഈ വീട്ടിലെ സമാധാനത്തിൻ്റെ രഹസ്യം അറിയാൻ വന്നതാണ്.
ഞാൻ വല്ലാതെ ചിന്തിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ യേശുവിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഞാൻ ഇരുത്തി. തോട്ടികളെ ഇരുത്തത്തില്ല കേട്ടോ, അവിടെ ഇരുത്തി. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിൻ്റെ വീട്ടിലെ സമാധാനം മറ്റുള്ളവർ കാണണം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഈ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ നിൻ്റെ ജീവിതം, നിൻ്റെ ഭാര്യയുമായിട്ടുള്ള ജീവിതം, നിൻ്റെ മക്കളുമായിട്ടുള്ള ജീവിതം, നിൻ്റെ ആരാധനയുടെ ജീവിതം, നിൻ്റെ സന്തോഷ രഹസ്യം കാണണം. അതുകൊണ്ട് ദൈവത്തിനോട് ചോദിക്കണം, തരയണമേ. ചോദിക്കാം, നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മൾ ചോദിക്കുക മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കണം. എൻ്റെ ദൈവം തരും, എനിക്ക് സമാധാനം തരും, എനിക്ക് നല്ല ആരോഗ്യം തരും. 84 വയസ്സായി. ഹല്ലേലൂയ. 60 വയസ്സുകാരൻ്റെ ആരോഗ്യം എനിക്ക് തന്നിരിക്കുന്നതിൻ്റെ രഹസ്യം ദൈവനാമത്തിനാണ്, ചോദിച്ച് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഈ ചട്ടി പറയാം, എന്നാൽ ഞാനും നാളെ തൊട്ട് ചോദിക്കാൻ പോകല്ല. ഇതിപ്പം ചോദിക്കാൻ തുടങ്ങിയല്ല, 29-ാമത്തെ വയസ്സിൽ ചോദിക്കാൻ തുടങ്ങിയാണ്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ പർവ്വതം കയറിയപ്പോൾ ചോദിച്ചാണ്, കർത്താവേ എനിക്ക് എല്ലാ ദിവസവും പർവ്വതം കയറണം. നിങ്ങൾ 10 വർഷത്തിന് ശേഷം വേണ്ടുന്നത് ഇപ്പോഴേ ചോദിച്ചു വരയ്ക്കണം. ഞങ്ങൾ പട്ടാളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞ ആളുകൾ വരുന്നത്, ഈ വടക്കേന്ത്യക്കാർ വരുന്നത് വലിയൊരു മണ്ണെണ്ണപ്പാട്ട നിറച്ച് പശു നെയ്യും കൊണ്ടാണ് വരുന്നത് കേട്ടോ. പശു നെയ്യ്, കാരണം അവരുടെ വീട്ടിലൊക്കെ ഒത്തിരി പശുക്കൾ കാണും. പശു നെയ്യും കൊണ്ടാണ് വരുന്നത്. അന്നേരം അയാൾ പറഞ്ഞു, ഇപ്പം നെയ്യ് കഴിച്ചാലൊന്നും ഇതിൻ്റെ ബലം കാണത്തില്ല, പണ്ട് നീ കഴിച്ചതിൻ്റെയാണ് ഇപ്പം കാണുന്നത്. ഹല്ലേലൂയ. എന്ത് പറഞ്ഞ പോലെ നിനക്ക് അടുത്ത 10 വർഷത്തിന് ശേഷം എന്ത് വേണം, ഇപ്പോഴേ ചോദിക്കണം, ഇപ്പോഴേ ചോദിക്കണം. ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമ്മുടെ മനസ്സ് പുതുക്കണം, കൂടെ പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാണ് പുതുക്കപ്പെടുന്നത്? നമ്മൾ വിശ്വാസം കേൾവികൾ വരുന്നു, നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ എല്ലാ ദിവസവും 1, 2, 3 സന്ദേശം കേൾക്കും. വിശ്വാസത്തിൻ്റെ സന്ദേശം കേൾക്കും, വിശുദ്ധിയുടെ സന്ദേശം കേൾക്കും. കാരണം വിശ്വാസത്തിൻ്റെ ശബ്ദം എനിക്ക് പോരാ, കിട്ടിയത് പോരാ, പിന്നെ വേണം. കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ പോയാലോ, എനിക്കൊരു ചെറിയൊരു ചടങ്ങേ ഉള്ളായിരുന്നു അവിടെ. അല്ലേ, അതും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉദ്ഘാടന പ്രാർത്ഥന ചെയ്യണം. ഒരു ചെറിയ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ ലഭിച്ചു. ഞാൻ ഇതിനാ പോയത്, 2 ദിവസം ആളുകളുടെ പ്രസംഗം കേൾക്കാൻ. എൻ്റെ അകത്തെ മനുഷ്യ ശക്തിപ്പെട്ടു. നിങ്ങൾക്കും വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കണം. നിങ്ങൾക്കും വിശുദ്ധി വേണമെങ്കിൽ വിശുദ്ധിയുടെ പ്രസംഗം കേൾക്കണം. നിങ്ങൾക്ക് എന്ത് വേണമോ, മറ്റുള്ളവർ കുറ്റം പറയണമെങ്കിൽ, പറയുന്ന കൃപ വേണമെങ്കിൽ ആ കുറ്റം പറയുന്നവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കണം. ഹല്ലേലൂയ. ഒരാൾ എന്നെ കുറ്റം പറഞ്ഞു ഒരു എഴുത്തെഴുതി. പറഞ്ഞു, നിങ്ങളുടെ മോടെ കഴുത്തേൽ എന്തുമാത്രം മാലയുണ്ട്, പാവപ്പെട്ട ഒരാൾക്കൊരു മാല ഊരി കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഒന്നല്ല, എല്ലാം കൊടുക്കാം, പക്ഷേ എൻ്റെ മക്കളുടെ കഴുത്തേലെങ്കിലും മാലയില്ല. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ബ്രദറിനൊരു ശുശ്രൂഷയുണ്ട്, എന്തുവാണെന്നറിയാം, മറ്റുള്ളവരോട് കുറ്റം പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ മാലയില്ലായിരുന്നു, എൻ്റെ മക്കളുടെ ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല, എൻ്റെ മക്കളുടെ ഇല്ലായിരുന്നു. പിന്നെയോ ആളെ വെറുതെ ഒരു പറയുന്ന, ഒരിക്കലും ഒരു പെങ്കൊച്ച് ചർച്ചിൽ പോവാണ്. ചർച്ചിൽ പോയപ്പോഴാണ് വേറെ 2 പേരും ഞങ്ങളുടെ ചർച്ചിലോട്ട് വരുന്നത്. അന്നേരം ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നത്? ചർച്ചിൽ പോവാ. ഏത് ചർച്ചിലാണ് പോകുന്നത്? PG ചർച്ചിൽ. അങ്ങോട്ടല്ലേ, അവിടെ എന്ത് വഴികൾ നടക്കും? എന്താ കാര്യം? അവിടുത്തെ അമ്മാമ്മ കാതെ കുണുക്കും കഴുത്തെ മാലയൊക്കെ ഇട്ട് നടക്കുന്നത്. ഇല്ലായിരുന്നു. ആ കൊച്ചിൻ്റെ ആരാണ്ട് പറഞ്ഞതാ, അത് കേട്ടോണ്ട് നടക്കുക. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ദൈവവിശ്വാസി ആയിരിക്കണം. നിങ്ങൾ ഏത് വിധത്തിലാണോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത്, അതുപോലുള്ള സന്ദേശം കേൾക്കണം. മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സന്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും കുറ്റം പറയുന്നവരായിത്തീരും. മറ്റുള്ളവരെല്ലാവരും മോശമാണ്, ഞാൻ മാത്രമേ നല്ലതെന്ന് പറയുന്നവരുടെ പ്രസംഗം കേൾക്കാമെങ്കിൽ നിങ്ങളും അതുപോലെ സെൽഫ് റൈച്ചസ് ആയിത്തീരും. വിശ്വാസം കേട്ടുകൊടുക്കാമെങ്കിൽ നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് വേണമോ എനിക്ക് 2 കാര്യമാണ് ആവശ്യം. വിശ്വാസം കുറേ കൂടി വർദ്ധിക്കണം. ഹല്ലേലൂയ. എനിക്ക് വിശുദ്ധി കുറച്ചുകൂടെ വർദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോഴും ഒരു നല്ലൊരു പ്രസംഗം കേട്ടോ. ഹല്ലേലൂയ. നല്ലൊരു പ്രസംഗം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 3 മിനിറ്റിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഈ ഓഫീസിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളും കേൾക്കണം കേട്ടോ. വിശ്വാസം വേണമെങ്കിൽ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കേൾക്കണം. വിശുദ്ധി വേണമെങ്കിൽ വിശുദ്ധിയുടെ വചനങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനെ പറ്റി പ്രത്യാശ വർദ്ധിക്കണമെങ്കിൽ അങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നെബൂഖദ്നേസറിന് ദൈവം കൊടുത്ത ശിക്ഷയെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? ഇല്ലേ? ബുദ്ധി പോയവന് 7 വർഷം ബുദ്ധി ഇല്ലാത്തവനായിരുന്നു. പശുവിനെ പോലെ പോച്ച തിന്നവനാണ്. പക്ഷേ ദൈവം അതെല്ലാം മടക്കി കൊടുത്തു. ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം, ശാപമല്ല, അത് കഴിഞ്ഞ് കൊടുത്ത അനുഗ്രഹം. അവൻ്റെ ബുദ്ധി തിരികെ കിട്ടി.
വനത്തിൽ പോയിട്ട് പോച്ച തിന്ന് നടന്നവന് സിംഹാസനം തിരികെ കെട്ടി ഒരിക്കലും കിട്ടത്തില്ല. വേറെ ആരാണോ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവരൊരിക്കലും മാറിക്കൊടുക്കത്തില്ല. പക്ഷേ എൻ്റെ ദൈവം അവൻ്റെ നഷ്ടപ്പെട്ടതിനെ തിരികെ കൊടുത്തു. ഞാൻ ഇന്ന് നിങ്ങളോട് ആരോട് സംസാരിക്കാൻ പോവാണ്. നിൻ്റെ എന്താണോ നഷ്ടപ്പെട്ടത് അത് മടക്കി തരുന്നവനായ ദൈവം. നിൻ്റെ നഷ്ടമായത് നിൻ്റെ ആരോഗ്യമാണോ, നിൻ്റെ പണമാണോ, നിൻ്റെ ബുദ്ധിയാണോ? എവിടെയെങ്കിലും ബ്ലേഡ് കമ്പനിക്കകത്ത് രൂപ പോയതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഫോൺ ചെയ്തെന്ന് വെച്ച് പറഞ്ഞു, ബ്രദർ കേസ് എൻ്റെ 90 ലക്ഷം രൂപ പോയി. പിന്നെ ഞാൻ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു, ഇനി ഒരിക്കലും കൂടി ഇട്ടാൽ മതി, എൻ്റെ മുഴുവൻ രൂപയും തിരികെ പറയാം. എന്തുമാത്രമുണ്ട്? 75,000 രൂപ ഉണ്ട്. അതുകൂടി ഇങ്ങനെയെന്ന് പറഞ്ഞു. അതുകൂടി ഇട്ട് ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചായിട്ട് തിരികെ അയാൾ തിരിച്ചു വരും. ഞാൻ പറഞ്ഞു കിട്ടത്തില്ല, ഇതൊക്കെ ഫ്രോഡാണ്. എൻ്റെ ഇന്നുവരെ 1 രൂപ പോയിട്ടില്ല. എന്താ കാര്യം? ഞാൻ ഇങ്ങനെയുള്ളതിനകത്തൊന്നും ചേരത്തില്ല. ഇതിനകത്ത് ചേരെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മെസ്സേജ് അയച്ചാലും ഞാൻ ചേരത്തില്ല. ഞാൻ വളരെ കോഷ്യസാണ്. ബുദ്ധി കൂടുതലുണ്ടായിട്ടല്ല, പരിജ്ഞാനം ഉണ്ടായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പക്ഷേ നിൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിൻ്റെ സഭയിലെ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം മടക്കി തരുവാൻ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം കഴിയും. ഇതാ നെബൂഖദ്നേസറിൻ്റെ 7 വർഷം പോച്ച തിന്നവൻ, 7 വർഷം മൃഗത്തെ പോലെ ജീവിച്ചവൻ, പശുവിനെ പോലെ നടന്നവൻ. ഹല്ലേലൂയ. അവനതെല്ലാം തിരികെ കിട്ടി. അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി വെച്ചവൻ സിംഹാസനം കൊടുത്തു. അവൻ്റെ ബുദ്ധി തിരികെ കിട്ടി. സിംഹാസനം, വലിയൊരു രാജ്യത്തിന് സിംഹാസനം തിരികെ. നെബൂഖദ്നേസറിന് വേണ്ടി ചെയ്ത നിനക്കും എനിക്കും വേണ്ടി ദൈവം ചെയ്യും. ഇതുവരെ ചിന്തിച്ചതിനേക്കാൾ വലിയൊരു ചിന്ത ദൈവം നിനക്ക് തരും. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ഭാവന ദൈവം നിനക്ക് തരും. ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു സ്വപ്നം നിനക്ക് ദൈവം തരും. നിനക്ക് കഴിയും. ദൈവം മഹത്വത്തിന് വേണ്ടി നീ ഉപയോഗിക്കാമെന്ന് ദൈവത്തിൻ്റെ വാക്ക് പറയും. എന്നിട്ട് മാറരുത് കേട്ടോ. മോള് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി വെച്ച് വരുമ്പോൾ അവിടുത്തെ ക്രിസ്തീയ സംഘടനയിൽ പോയിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് MBA പാസ്സായി കഴിഞ്ഞിട്ട്, BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട്, MBBS കഴിഞ്ഞിട്ട് ദൈവത്തെ കളിപ്പിക്കാനൊക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറയാമെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറയാമെങ്കിൽ, എൻ്റെ സ്വർഗസ്ഥനായ ദൈവം, നെബൂഖദ്നേസറിനെ മടക്കി കൊടുത്തവനായ ദൈവം, സിംഹാസനം മടക്കി. എനിക്ക് ചിന്തിക്കാൻ, എനിക്ക് മനസ്സിലാക്കാൻ ഒക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്തതാണെങ്കിൽ നീയും നിൻ്റെ ഭാര്യയും കൂടി പ്രാർത്ഥിച്ച് ഒന്നിച്ച് നേടിയെടുക്കാം. നിൻ്റെ സഭയിലെ മൂപ്പന്മാരുമായിട്ട് ഒന്നിച്ച് ചിന്തിക്കാമെങ്കിൽ ദൈവം ചെയ്തു തരും. നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. എന്താണ് നിനക്ക് ആവശ്യം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടത്? നിൻ്റെ സ്വപ്നം ചെറുതായി പോകരുത്. നിൻ്റെ സ്വപ്നം വലുതായിരിക്കട്ടെ, വളരെ വലുതായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ സഭ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ദേവദാസന്മാരെ, പാസ്റ്റർമാരെ, പട്ടക്കാരെ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, അടുത്ത വർഷം നിങ്ങൾ ഇതുവരെ 5 പേരെ സ്നാനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഒത്തിരി പള്ളികളുണ്ട്. ഒരൊറ്റ അക്രൈസ്തവനെ സ്നാനപ്പെടുത്താത്ത പള്ളികളുണ്ട്. കുറച്ച് പേരെല്ലാം കൂടെ പ്രൈം മിനിസ്റ്ററെ പോയി കണ്ടു. ഞങ്ങൾ ഇന്നുവരെ ആരെയും സ്നാനപ്പെടുത്തില്ല, അക്രൈസ്തവരെ സ്നാനപ്പെടുത്തില്ല. വലിയ കാര്യമായി ഇവിടെ ബഹദൂരിക്കുക. അതുകൊണ്ട് വലിയ കാര്യം ചെയ്ത പോലെയാണ്. യേശു പറഞ്ഞു അങ്ങനെയല്ല. യാക്കോബക്കാരെ സ്നാനപ്പെടുത്തണമെന്നല്ല പറഞ്ഞ്, മക്കളെ സ്നാനപ്പെടുത്തണമെന്നല്ല പറഞ്ഞത്. പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം കേട്ടില്ലാത്തവരെ സ്നാനപ്പെടുത്തണം. ഹല്ലേലൂയ. സ്വച്ഛമായിട്ട് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ സ്നാനപ്പെടുത്തണം. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ 5 പേരെ സ്നാനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവെ അടുത്ത വർഷം ഞാൻ 5 പേരെ സ്നാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 5 പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, കർത്താവ് ഞാൻ 50 പേരെ സ്നാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 50 പേരെ സ്നാനപ്പെടുത്തിയെങ്കിൽ പറഞ്ഞാട്ടെ, കർത്താവെ ഞാൻ 500 പേരെ സ്നാനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തരുന്നത് വലിയവനായി ദൈവമാക്കിയാൽ ചെറുതായി ചോദിക്കരുതിൻ്റെ വൃത്തം ചെറുതായി പോരുതാ. വലിയൊരു വൃത്തം വരച്ചിട്ട് പറയുക, കർത്താവ് എനിക്കറിയണം, പക്ഷേ എൻ്റെ ലക്ഷ്യം ഞാൻ സ്നാനപ്പെടുത്തിയെന്ന് പറയുവാനല്ല. പിന്നെയോ നിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി. കർത്താവ് എൻ്റെ വീട് ചെറുതാണ്, 2 മുറിയേ ഉള്ളൂ. കർത്താവ് എനിക്ക് 3 മുറിയുടെ ഒരു വീട് വേണം. 1 മുറി ദേവദാസന്മാർക്കൂടെ ഞാൻ പണിതിടും. എൻ്റെ കർത്താവ് എനിക്ക് തരണമേ. എൻ്റെ ബിസിനസ് ചെറുതാണ്, എൻ്റെ ബിസിനസ് വലുതാക്കി തരണമേ. വലിയ ബിസിനസ് ആണെങ്കിൽ കൂടുതൽ രൂപ ദൈവത്തിന് വേണ്ടി കൊടുക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, എനിക്ക് അടുത്ത വർഷം ഒരു വണ്ടി വേണം. തരാം. ആര് തരാനൊക്കും? 40 ലക്ഷം രൂപ ആര് തരും? ഉള്ളവനെ തരാനൊക്കത്തുള്ളൂ. നിങ്ങളുടെ കൂടുതൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ്, എന്നെപ്പോലുള്ള ഉപദേശിമാർക്ക് നല്ലതാണ്, നാട്ടിലെ പാവപ്പെട്ടവർക്ക് നല്ലതാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചോദിക്കണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചോദിക്കണം. എൻ്റെ മോൾ MBBS പാസ്സാവട്ടെ, ഒരു മിഷൻ ആശുപത്രിയിലേക്ക് ഞാൻ അയക്കും. ഞാൻ BSc നഴ്സിംഗ് പാസ്സായി കഴിയുമ്പോൾ ഒരു ക്രിസ്ത്യൻ ആശുപത്രി പോയി, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ നടത്തുന്നതല്ല പറഞ്ഞത്, മിഷൻ ആശുപത്രി, ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻകാരുടെ ഒരു ആശുപത്രി പോയി ഞാൻ ജോലി ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങളുടെ ആശുപത്രി, ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു ക്ലിനിക്കുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് നഴ്സുമാരെ വേണം, ഇവിടെ ഞങ്ങൾക്ക് ഡോക്ടറെ വേണം, അപ്ലൈ ചെയ്താട്ടെ വന്നാട്ട്. അതെ, അവിടെ വന്നു കഴിഞ്ഞാൽ വലിയ ഭാവിയില്ല. ഭാവി ഒരാൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഓഫീസിൽ ജോലി ചെയ്താൽ വലിയ ഭാവിയില്ല, അതുകൊണ്ട് ഞാൻ ഭാവിയുള്ള അമേരിക്കയിലോട്ട് പോവുകയാണ്. എനിക്ക് വിരോധമൊന്നുമില്ല, യാത്ര പറഞ്ഞിട്ട് പോകാം. പക്ഷേ ഇന്ന് ദൈവനാമ മഹത്വത്തിനോട് എന്ത് ചോദിക്കും? MBBS അഡ്മിഷൻ വേണം. കർത്താവ് എനിക്കൊരു മാസ്റ്റേഴ്സിന് അഡ്മിഷൻ വേണം. എൻ്റെ കർത്താവ് എനിക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ വേണം. എൻ്റെ കർത്താവ് എൻ്റെ ബിസിനസ് വലുതാണ്, എൻ്റെ കൂടുതൽ രൂപ ഉണ്ടെങ്കിൽ എനിക്ക് PG വർഗീസിന് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കാനൊക്കും. വേറെ 10 പേർക്ക് കൂടെ വണ്ടി വാങ്ങിച്ചു
കൊടുക്കാനൊക്കെ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒക്കെ ചോദിച്ചാട്ടെ, കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നിൻ്റെ വൃത്തം ചെറുതായി പോകരുത്. ഇനി രണ്ടാമത്തെ അവസാനത്തെ കാര്യം, എന്തെങ്കിലും നിനക്ക് നഷ്ടമാക്കിയെങ്കിൽ അതിനെ മടക്കിത്തരുവാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ സിംഹാസനം നിനക്ക് മടക്കിത്തരുവാൻ കഴിയും. നിൻ്റെ സമാധാനം മടക്കിത്തരുവാൻ കഴിയും. നിൻ്റെ ആരോഗ്യം മടക്കിത്തരുവാൻ കഴിയും. എന്താണ് നിനക്ക് നഷ്ടമായത്? ഞാൻ പ്രാർത്ഥിക്കട്ടെ, സ്വർഗസ്ഥനായ ദൈവമേ, എന്താണ് നിനക്ക് നഷ്ടമായത്? പ്രാർത്ഥന ആവശ്യമുള്ള ഒരു തലയിൽ കൈവച്ചാട്ടെ. ഹല്ലേലൂയ. നിൻ്റേത് വലുതായി കഴിയുവാൻ, നിൻ്റെ ആരോഗ്യം വലുതായി കഴിയുവാൻ, നിൻ്റെ വരുമാനം വലുതായി കഴിയുവാൻ, നിൻ്റെ വിദ്യാഭ്യാസം വലുതായി കഴിയുവാൻ, നിൻ്റെ ഡിഗ്രി 1, 2, 3 തരുവാൻ എൻ്റെ കർത്താവ് ഇടിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. മാത്രമല്ല, നഷ്ടപ്പെട്ട നിൻ്റെ ആരോഗ്യം, നഷ്ടപ്പെട്ട നിൻ്റെ സമാധാനം, നഷ്ടപ്പെട്ട നിൻ്റെ കൃപാവരങ്ങൾ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടതിനെ മടക്കി തന്നിൻ്റെ സിംഹാസനം നിനക്ക് മടക്കി തരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനം അവർ കൊടുത്ത അവരെ ധന്യരാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ തേടി വരട്ടെ. ഞാൻ അനുഗ്രഹത്തിൻ്റെ കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. നിന്നെ തേടി വരികയാണ്. നിന്റെ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ വരികയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ സിംഹാസനം നിനക്ക് മടക്കി തരുവാൻ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ നീ പോച്ചത് മതി, നീ മൃഗത്തെ പോലെ ജീവിച്ചത് മതി, കരഞ്ഞുകൊണ്ട് ജീവിച്ചത് മതി. നിന്റെ ജീവിതത്തിനകത്ത് വ്യത്യാസം ഉണ്ടാകട്ടെ. ആര് വിശ്വസിക്കും? തലയിൽ കവിച്ചിട്ട് പറഞ്ഞാട്ടെ, ഈ സന്ദേശം എനിക്ക് വേണ്ടിയാണ്, ഇതെനിക്ക് സംഭവിക്കും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക. ദൈവകൃപയുണ്ടാകട്ടെ, ദൈവത്തിന് സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ, ആമീൻ, ആമീൻ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.